അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഈ ഇടവേളയിൽ രാധാകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്നപ്പോൾ രാധാകൃഷ്ണൻ സാറാണ് പറഞ്ഞത്, അതായത് നിലവിലുള്ള തിരുവാഭരണ കമ്മീഷണർ മിടുക്കനാണ്, അദ്ദേഹം ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു 4 സ്റ്റാഫിനെ ചോദിച്ചു, ഇതുവരെ ആയിട്ടും സ്റ്റാഫിനെ അനുവദിച്ചിട്ടില്ല. അയാൾ സ്വന്തം നിലക്കാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഓടി നടന്ന് പരിശോധന നടത്തുന്നത്. അതിൻ്റെ ഒരു ഫലമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നോക്കൂ, വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ നിർവീര്യമാക്കുകയാണ് നമ്മുടെ ദേവസ്വം. എന്നിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചാർജ് എടുത്ത സമയത്ത് എന്തോ ഉടച്ചു വാർക്കുന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നും നടക്കുന്നില്ല. ആർക്ക് വേണമെങ്കിലും ഈ ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിച്ചു പോകാൻ, നിങ്ങൾക്ക് എന്താ കാര്യം? അതെ, ഉടച്ചിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ കാര്യം എന്നാണ് ചോദിക്കുന്നത്. ഇതിനൊരു അറുതി വരുത്തണ്ടേ? ഇനിയും ഇങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ? ഉടച്ചു വാർക്കലില്ലെന്ന് പറഞ്ഞൊക്കത്തില്ല. എല്ലാം ഉടച്ചു വാർത്ത് അതിനകത്തുനിന്ന് അടിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്നാണ് അല്ല ശബരിമലയിലെ മോഷണമൊക്കെ കാണിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്കൊരു യോജിപ്പില്ലായ്മയുണ്ട്. കാരണം നമ്മളെപ്പോഴും വൈകാരികപരമായിട്ട് ഈ തിരുവാഭരണം അല്ലെങ്കിൽ കൊടിമരം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ ദേവന്മാർക്ക് സമർപ്പിക്കുന്ന സ്വർണം, വെള്ളി തുടങ്ങിയവയുടെ മോഷണമാണ് പ്രധാനമായിട്ടും ഈ ഭക്തന്മാരുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. പക്ഷെ അതൊന്നുമല്ല. ഓഡിറ്റ് ഇല്ല എന്ന് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. ഓഡിറ്റ് ഉണ്ട്. ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ആക്ടിന്റെ സെക്ഷൻ 34 അനുസരിച്ചും 1974 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നുണ്ട്. ആരാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് നടത്തുന്നത്. ഈ ഇപ്പോൾ ആരോപണ വിധേയനായി നിൽക്കുന്ന ഈ വാസു എന്ന് പറയുന്ന ആളുടെ 2021-22 കാലയളവിലെ ഓഡിറ്റ് റിപ്പോർട്ട് ഈ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് ചെയ്ത് 2024 നവംബർ മാസത്തിലെ കേരളത്തിലെ ദേവസ്വം ബെഞ്ചിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ 374 പേജുള്ള ഓഡിറ്റ് റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ലഭ്യമാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് കോടാനുകോടി രൂപയുടെ കള്ളത്തരങ്ങളും മോഷണവും നടക്കുന്നുണ്ട്. എവിടൊക്കെയാണ് നടക്കുന്നത്? നമ്മൾ വിചാരിക്കാത്ത മേഖലകളൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. ഉദാഹരണം, ശ്രീ രാധാകൃഷ്ണൻ സാറിന് അറിയാം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ധാരാളം റബ്ബർ തോട്ടങ്ങളുണ്ട്. ആ റബ്ബർ തോട്ടങ്ങളിൽ ഓരോ റബ്ബറും ടാപ്പ് ചെയ്യുന്നതിന് നിരക്കുണ്ട്. അതിനകത്ത് മുച്ചൂടും മോഷണമാണ് നടക്കുന്നത്. ഓരോ കള്ളത്തരങ്ങളും കൃത്യമായ രീതിയിൽ ആ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് വിക്രം സിംഗ് എന്ന് പറയുന്ന ജോയിന്റ് ഡയറക്ടർ ഓഡിറ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 2024 എൻ വാസുവിന്റെ ഭരണകാലത്തേതാണ്. ഞാൻ അതിനകത്തെ ചെറിയ ചെറിയ കുറച്ച് ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാം, ഒന്ന് കേൾക്കുക. കാരണം അത് എനിക്ക് കാണാതെ പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള വമ്പൻ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ആയതുകൊണ്ട് അത് രേഖ നോക്കി തന്നെ സംസാരിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ട് ആ ചർച്ച പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ മുഖത്തല ദേവസ്വം, അദ്ദേഹത്തിന് അറിയാം, കുത്തക രജിസ്റ്റർ ഉണ്ട്. ഈ കുത്തക രജിസ്റ്റർ പ്രകാരം മുഖത്തല ദേവസ്വത്തിലെ 2021-22 കാലത്ത് ഒരു ആർ രാജൻ എന്ന് പറഞ്ഞ അമ്പലപ്പുഴ സ്വദേശിയായിരുന്നു. അവിടുത്തെ പൂമാല, ക്ലീനിങ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ വിൽപ്പന, ക്ലീനിങ് തുടങ്ങിയ വസ്തുക്കളുടെ കുത്തക ലേലം അദ്ദേഹം പിടിച്ചിരുന്നു. 11,87,110 രൂപയ്ക്കായിരുന്നു അദ്ദേഹം ആ കുത്തക ലേലം പിടിച്ചത്. പക്ഷെ അദ്ദേഹം ദേവസ്വത്തിലേക്ക് അടച്ചത് 5,93,000 രൂപ മാത്രമാണ്. ബാക്കി വരുന്ന 5,93,400 രൂപ അദ്ദേഹത്തിൽ നിന്ന് നാളിതുവരെയായിട്ടും ദേവസ്വം തിരിച്ചു പിടിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ ആ കടയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കൊല്ലം മുനിസിപ്പൽ കോടതിയിലെ ദേവസ്വം അവരുടെ അഭിഭാഷകൻ വഴി കേസ് കൊടുത്തു. ആ കേസ് ദയനീയമായി പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഒരൊറ്റ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നമ്മളന്നേരം ബാക്കി ആർക്കെങ്കിലും പടി കൊടുത്തു കാണും. അതെ, കൊടുത്തു കാണും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കാണിക്ക എണ്ണുന്നതിനകത്തൊക്കെ നടക്കുന്ന തട്ടിപ്പുകളെ പറ്റി നമ്മൾ നോക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്തുള്ളതാ. ആര്യൻകാവ് ദേവസ്വത്തിലെ കോട്ടവാസൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്ഷേത്രത്തിലെ സോപാനത്തിലെ കാണിക്ക എണ്ണി. എന്നാണെന്നറിയാമോ? 12/1/2021 ആ കാണിക്ക എണ്ണിയപ്പോൾ 100 രൂപയുടെ 121 നോട്ടുകളാണ് കാണിക്കയിൽ കിട്ടിയത്. അന്നേരം എത്ര രൂപ വരും? 12,100 രൂപ കണക്ക് വെക്കേണ്ടടുത്ത് 2,100 രൂപ കണക്കിൽ കാണിച്ചുകൊണ്ട് 10,000 രൂപ പോക്കറ്റിലേക്ക് ഇട്ടു. ഇത് ഓഡിറ്റ് റിപ്പോർട്ടിനകത്തുള്ളതാണ്. ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല. ഓഡിറ്റ് റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ലഭ്യമാണ്. 376 പേജുള്ള ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. വേറെ ഒരു ഉദാഹരണം കൂടെ ഞാൻ സൂചിപ്പിക്കാം.
അത് നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന കണക്കുകളാണ്. ഈ ഹരിപ്പാട് ദേവസ്വം, രാധാകൃഷ്ണൻ സാറിന് അറിയാം, ഹരിപ്പാട് ദേവസ്വത്തിലാണ് സ്ട്രോങ് റൂം ഉള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു സ്ട്രോങ് റൂം ഉണ്ട്. അവിടെ ഈ മുദ്രപ്പൊതി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഈ ദേവസ്വത്തിന്റെ ക്ഷേത്രങ്ങളിലേക്ക് കിട്ടുന്ന ഗോൾഡ് മുദ്രപ്പൊതിയും സ്വർണ്ണ മുദ്രപ്പൊതിയും വെള്ളി മുദ്രപ്പൊതിയും ഉണ്ട്. ഓരോ ഐറ്റവും ഓരോ മുദ്രപ്പൊതിക്കകത്ത് കൃത്യമായി കണക്കെഴുതി സൂക്ഷിക്കണമെന്നാണ് സൂചന. ഈ ഓഡിറ്റുകാർ അവിടെ ചെന്നപ്പോൾ ഈ സ്വർണ്ണ മുദ്രപ്പൊതി എന്ന് എഴുതി വെച്ചിരിക്കുന്ന കവർ തൂക്കി നോക്കിയപ്പോൾ അതിന്റെ തൂക്കം 31 കിലോ 750 ഗ്രാം ആയിരുന്നു. രണ്ടാമത്തെ സിൽവർ മുദ്രപ്പൊടി 8 കിലോ ആയിരുന്നു. മൂന്നാമത്തെ സിൽവർ മുദ്രപ്പൊതി 18 കിലോ 700 ഗ്രാം ആയിരുന്നു. അന്നേരം ഈ മുദ്രപ്പൊതി പൊട്ടിക്കുന്നതിന് മുമ്പ് നോക്കുമ്പോൾ അകത്ത് സ്വർണ്ണ മുദ്രപ്പൊതിക്കകത്താണ് സ്വർണ്ണ ഉരുപ്പടികൾ കാണണം, വെള്ളി മുദ്രപ്പൊതിക്കകത്താണ് വെള്ളി ഉരുപ്പടികൾ കാണണം. ഇവിടുന്ന് പൊട്ടിച്ചു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്നറിയാമോ? ഇത് മിക്സ് ചെയ്താ സൂക്ഷിച്ചിരിക്കുന്നത്. സ്വർണ്ണ മുദ്രപ്പൊതിക്കകത്ത് സ്വർണവും വെള്ളിയും ചെമ്പും ഓടും എല്ലാം കൂടെ മിക്സ് ചെയ്താ സൂചിപ്പിക്കുന്നത്. അതിനോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ട് ഈ ഓഡിറ്റ് ഹൈക്കോടതിയിൽ കൊടുക്കുന്ന നാൾ വരെ യാതൊരു വിധമായ മറുപടിയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ദയനീയ അവസ്ഥ. നമ്മൾ അതിനെപ്പറ്റി ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും ഈ രേഖകൾ കണ്ടെത്തിക്കൊണ്ടൊരു ചർച്ച നടത്തുന്നില്ല. വേറൊരു ഉദാഹരണം കൂടെ ഞാൻ സൂചിപ്പിക്കുക. ഇതിന്റെ അക്കാഡമിക് വശങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ വൈക്കം ദേവസ്വത്തില് 2025 ഓഡിറ്റ് നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണത്ത് 199 പാക്കറ്റുകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ ഉരുപ്പടികള് നോക്കിയപ്പോൾ ഏകദേശം 400 ചില്ലുവാനം ഗ്രാം സ്വർണവും അവിടെ ഇല്ലായിരുന്നു എന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത കണക്കുണ്ട്. മറ്റൊരു വസ്തുത, രേഖ നോക്കി പറയുന്നതുകൊണ്ടാണ് താമസം ഉണ്ടാകുന്നത്. ഇങ്ങനെ ധാരാളം ഉദാഹരണം ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയാം. അതുപോലെ തന്നെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം എന്ന് പറയുന്ന തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലോ അതിനനുബന്ധമായിട്ടോ യാതൊരു വിധമായ ഒരു ചെറിയ ഓഡിറ്റോറിയം ഹിന്ദു സമൂഹത്തിന് വേണ്ടി ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ ഫംഗ്ഷൻ നടത്താൻ, അല്ലെങ്കിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട സദ്യ നടത്താൻ, ഈ ചെറിയ കല്യാണ നിശ്ചയങ്ങൾ നടത്താൻ അത്തരത്തിലുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നില്ല. ദേവസ്വം ബോർഡ് അത് മനസ്സിലാക്കിയതിനു ശേഷം അവിടെ ഒരു ചെറിയ ഓഡിറ്റോറിയം പണി കഴിപ്പിച്ചു. ആ ഓഡിറ്റോറിയം പണി കഴിപ്പിച്ചതിന് ശേഷം ഈ ഓഡിറ്റ് ടീം അവിടെ ഓഡിറ്റ് നടത്തിയല്ലോ. ഓഡിറ്റ് നടത്തി കഴിഞ്ഞപ്പോൾ യാതൊരു വിധമായ വരുമാനവും ആ ഓഡിറ്റോറിയത്തിന് നയാ പൈസ കിട്ടിയിട്ടില്ല എന്നും 60,055 രൂപ പ്രതിവർഷം നഷ്ടമായിരുന്നു എന്നുമാണ് ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മൾ ഈ അമ്പലക്കൊള്ളയെ പറ്റി, തിരുവാഭരണങ്ങളെ പറ്റി മാത്രം ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇതേപോലെ ധാരാളമുണ്ട്. 375 പേജുള്ള 2024 നവംബർ മാസം കേരള ഹൈക്കോടതിയിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് വായിക്കാനൊക്കത്തില്ല. ഞാനിപ്പോൾ യാത്രക്കിടയിൽ ഈ ചർച്ചയുള്ളത് കൊണ്ട് നോക്കിയപ്പോൾ അത്രമാത്രം അതിഭീകരമായിട്ടുള്ള എറേഴ്സ് ആണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്, സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കൂ, ഈ ദേവസ്വം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെടുത്ത ചില വ്യക്തികളുണ്ടല്ലോ, മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ. രാധാകൃഷ്ണൻ സാർ ഇപ്പൊ ചിരിക്കുമെന്നറിയാം, വലിയ മാന്യന്മാരാണ് വിചാരം. അതാണ് പറഞ്ഞത്, വലിയ മാന്യന്മാരാണെന്നാണോ വിചാരം? അവരെ പറ്റിയും ഒക്കെ തന്നെ ഈ റിപ്പോർട്ടിനകത്ത് പരാമർശമുണ്ട്. ഹൗസ് റെന്റ് അലവൻസ് വൻ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ആനയുടെ പാട്ടം വളരെ വലിയ തട്ടിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോരോ ഐറ്റമായിട്ട് 376 പേജുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്. നമ്മൾ ഈ തിരുവാഭരണത്തിലേക്ക് മാത്രം പോകരുത്. കാരണം എന്താ പരിമിതി എന്ന് വെച്ചാല് 2021 നേരത്തെ എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണൻ സാറ് പറഞ്ഞത് ഇന്റേണൽ ഓഡിറ്റ് നടക്കുന്നില്ല എന്നാണ് അല്ലേ? ഏതായാലും ഒരു ഓഡിറ്റ് ഉണ്ട്. അത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിലെ ഇന്റേണൽ ഓഡിറ്റിനേക്കാൾ എഫക്റ്റീവ് ആണല്ലോ ഔട്ട്സൈഡ് ഉള്ള ശരിയാണ്. ആ ഓഡിറ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് ഹൈക്കോടതിയിൽ ഹാജരാക്കിയതാണ്. പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സർക്കാർ സ്വീകരിക്കുന്നു അല്ലെ? അതാണ് അറിയേണ്ടത്. ഒരു കാര്യവും സ്വീകരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് മേടിച്ചു വെച്ചതല്ലാതെ ഇതിന്മേൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തായിട്ട് എനിക്കോ ഇതിനകത്ത് പങ്കെടുക്കുന്ന ശ്രീ RV ബാബു ചേട്ടനോ അറിയത്തില്ല. കാരണം ഞങ്ങളൊക്കെ ഇതിന്റെ പുറകെയൊക്കെ കുറെ നടക്കുന്ന ആൾക്കാർ എന്ന രീതിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉദാസീനത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഹൈക്കോടതി വിമർശിക്കുകയല്ല, പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിന് കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തുകയാണെങ്കിൽ ഒരു പേടി ഉണ്ടാകും. അതുകൊണ്ട് ഈ തിരുവാഭരണ കൊള്ളയെ പറ്റി മാത്രം നമ്മൾ ചർച്ച ചെയ്യരുത്. അതേപോലെ തന്നെയുണ്ട് ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം, എത്രയോ ഏക്കർ കണക്കിന് വസ്തുക്കളാണ് ദേവസ്വം ബോർഡിനെ നഷ്ടപ്പെട്ടുള്ളത്. ഏക്കർ കണക്കിന്
കോടിക്കണക്കിന് രൂപ വില വരുന്ന ഏക്കർ കണക്കിന് വസ്തുവകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓഡിറ്റ് ഉണ്ട്. യെസ്. അതിപ്പോ ആര് നടത്തി എന്നുള്ളത് പോട്ടെ, ആര് നടത്തിയാലും കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ടിൽ ഹെഡ് വൈസ് ആയിട്ടുണ്ട്. കാണിക്കയുടെ നഷ്ടം, HRA അലവൻസിന്റെ നഷ്ടം, ഈ റബ്ബർ ടാപ്പ് ചെയ്തതിന്റെ നഷ്ടം, ഈ കുത്തക പാട്ടലേലത്തിന്റെ നഷ്ടം, കാണിക്ക എണ്ണിയപ്പോൾ കാണിച്ചിട്ടുള്ള കൃത്രിമങ്ങൾ. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വലിയ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന മറ്റൊരു തട്ടിപ്പുണ്ട്. എല്ലായിടവും വിദേശ കറൻസികൾ ഈ ഭക്തന്മാർ കാണിക്കയായിട്ടിടും. ഇപ്പോൾ ഡോളർ ഇടും, അതുപോലെ തന്നെ സൗദി റിയാൽ ഇടും, കുവൈറ്റ് ദിനാർ ഇടും, ഇതൊക്കെ ഇടും. പക്ഷെ ഇതൊന്നും അവർ രേഖയിൽ എടുക്കത്തില്ല. ഇന്ത്യൻ പണം മാത്രമേ എടുക്കത്തുള്ളൂ. ബാക്കിയൊക്കെ ഈ ഉദ്യോഗസ്ഥര് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇത് കൃത്രിമമാണ്. ഇത് ഭൂലോക തട്ടിപ്പിന്റെ വേദിയായി ഹിന്ദു ക്ഷേത്രങ്ങൾ മാറി.